أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ അബ്ദുൽ അസീസ് വലീലിയായിരുന്നു പ്രസംഗിച്ചിരുന്നത്, ഖുതുബ ഓതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ ചർച്ച ചെയ്തതായ വിഷയം പരലോകത്തിലുള്ള വിശ്വാസമാണ്. അൽ ഈമാൻ ബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലുള്ള വിശ്വാസമായിരുന്നു. അതെ, ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ ഇൻദിബാത്ത്, അറബി ഭാഷയിൽ പറയുന്ന ഇൻദിബാത്ത് ഉണ്ടാക്കുന്നത്, കൃത്യനിഷ്ഠതയോടുകൂടിയുള്ള ജീവിതമാക്കി മാറ്റാൻ അവനെ സഹായിക്കുന്നത് പരലോകത്തുള്ള വിശ്വാസമാണ്. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി വിശ്വസിക്കാൻ കൽപ്പിച്ചതായ ഭാഗമാണ് പരലോകം എന്നതോടൊപ്പം പരലോകത്തിലുള്ള വിശ്വാസം കൊണ്ട് ഈ ഭൂമിയിൽ നിന്നിട്ട് തന്നെ നമുക്ക് നേടാൻ പറ്റുന്ന നേട്ടം എന്താണെന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. ആ നേട്ടത്തിന്റെ പ്രധാന ഭാഗമാണ് നമുക്ക് ഇൻദിബാത്ത് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്നത്. കാരണം നാം എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ഏത് ദോഷം, ചെറുതാവട്ടെ വലുതാവട്ടെ, നാം വഞ്ചിക്കാൻ, ചതിക്കാൻ, അല്ലെങ്കിൽ കക്കാൻ, കളവ് പറയാൻ, അല്ലെങ്കിൽ വ്യഭിചരിക്കാൻ, അല്ലെങ്കിൽ ഹറാമായ സമ്പത്ത് തിന്നാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ, അല്ലെങ്കിൽ യതീം മക്കളുടെ സമ്പത്ത്, അനാഥ കുട്ടികളുടെ സമ്പത്തുകളെ അനധികൃതമായി ഉപയോഗപ്പെടുത്താൻ, ഏതു രൂപത്തിലുള്ള തെറ്റുകൾ ചെയ്യാൻ തുനിയുന്ന സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഓതിക്കളിപ്പിച്ചതായ, ഇന്ന് മക്ക ഇമാം ഉണർത്തിയതായ ആ പരലോക വിശ്വാസം, ഒത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിച്ച് ജീവിക്കുക. എങ്ങനെയുള്ള ദിവസമാണ്? നിങ്ങൾ ആ ദിവസത്തിൽ അള്ളാഹുലേക്ക് മടക്കപ്പെടും, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും, അള്ളാഹുവിനെ നേർക്കുനേരെ മുനാജാത്ത് നടത്താനുള്ളതായ ചാൻസ് ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അവിടെ രക്ഷപ്പെടാനുള്ള ഒരു പഴുതുമില്ല. അള്ളാഹുവിന്റെ സബാനിയാക്കളെന്ന മലക്കുകൾ നമ്മെ വലയം ചെയ്യും, അള്ളാഹുവിന്റെ പട്ടാളം നമ്മെ വലയം ചെയ്യും. അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്നിട്ട് മുഖറബീങ്ങൾ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവര് രക്ഷ എന്ന് പറയുന്ന ദിവസമാണ് ആ സന്ദർഭം. ആ ദിവസം, ആ മഹ്ശറ എന്ന ദിവസം, ആ ദിവസത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകുകയാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്ത് ചെയ്യാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ ഏത് തെറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ പോലും ആ സന്ദർഭത്തിൽ ഈ ആയത്ത് മുമ്പിൽ, ഉദാഹരണത്തിന് ഇതുപോലെയുള്ളതായ ധാരാളം ആയത്തുകൾ ഖുർആനിലുണ്ട്. 200-ൽ പരം ആയത്തുകൾ പരലോകത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആയത്തുകൾ ഖുർആനിൽ കാണാം. ആ ആയത്തുകളെ നമ്മുടെ മുമ്പിൽ വിട്ടുകടന്നാൽ തീർച്ചയായിട്ടും പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്നാണ് അല്ലാഹു ഖുർആനിന്റെ തുടക്കത്തിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത്. പരലോകത്തിൽ അവർ കെട്ടുറപ്പുള്ള വിശ്വാസത്തിന്റെ ഉടമകളായി മാറുക എന്നല്ലാതെ പരലോകത്തിലുള്ള വിശ്വാസം 5, 6, 11 കാര്യങ്ങൾ ഒരു മനുഷ്യൻ വിശ്വസിച്ചു, അതോടൊപ്പം അവൻ കനേഷ്മാരി മുസ്ലിമായി ജീവിക്കുകയാണെങ്കിൽ, അവൻ ആ വിശ്വാസത്തിനെ ആധാരമാക്കി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ജീവിക്കുന്നില്ലെങ്കിൽ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ പറഞ്ഞതായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും, ഈ പറയുന്നതായ പുരോഗതികൾ ഉണ്ടാക്കിയെടുക്കുവാനും, ഈ പറയുന്നതായ നേട്ടങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്നതേ അല്ല. അപ്പോൾ പരലോക വിശ്വാസം മനുഷ്യനെ
അവന് പരലോകത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിലുള്ളതായ ആ മഹാവൻസഭയിലുള്ളതായ പ്രയാസങ്ങൾ നിട്ട് രക്ഷപ്പെടുത്താനുള്ള മാധ്യമങ്ങൾ കണ്ടെത്താൻ അവനെ പ്രേരിപ്പിക്കുന്നതോടൊപ്പം അവൻ ഈ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ അവൻ മറ്റുള്ളവരെ വഞ്ചിക്കുകയില്ല. വഞ്ചിക്കാൻ സാധിക്കുന്നവനാണെങ്കിലും ചതിക്കുകയില്ല, ചതിക്കാൻ സാധിക്കുന്നവനാണെങ്കിലും അതുപോലെ തന്നെ കക്കുകയില്ല, കളവ് പറയുകയില്ല. എന്ത് തെറ്റുകൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവകളിൽ നിന്നെല്ലാം അവനെ തടയും. എന്ത്? ആ വിശ്വാസം, ആ പരലോകത്തിലുള്ള വിശ്വാസം അവനെ തടയും. അതുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ഞാൻ നേരത്തെ ഓതി കേൾപ്പിച്ച ആയത്ത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ മുഫസ്സിറുകളുടെ നിഗമനം അനുസരിച്ചിട്ട് ഏറ്റവും അവസാനം ഇറങ്ങിയതായ ആയത്താണ് ഭൂമിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവസാനം ഇറങ്ങിയതായ പല സൂറത്തുകളുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ അതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ മാഇദയുടെ ചില ഭാഗങ്ങൾ അതിൽപ്പെട്ടതാണ്. അങ്ങനെ അവസാനം ഇറങ്ങിയതായ ആയത്തുകൾ ധാരാളം ഖുർആനിലുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം ഇറങ്ങിയത്, അതിനുശേഷം വഹ്യുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടേ ഇല്ല, ആ ആയത്ത് ഏതാണ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ നിഗമനം ഞാൻ ഓതിയതായ ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊണ്ട്, ആ ദിവസത്തെ ഓർത്തുകൊണ്ട്, ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ, അള്ളാഹുലേക്ക് മടങ്ങേണ്ടി വരുമല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമല്ലോ, ആ ദിവസത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലല്ലോ, ആ ദിവസം ഓരോരുത്തർക്കും നേരിടേണ്ടി വരുമല്ലോ എന്നത് ഓർത്തിട്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത്, ആ ദിവസത്തിൽ ഓരോ മനുഷ്യനും ചെയ്തതായ പ്രവർത്തനം നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ, അതിന് പ്രതിഫലമാണെങ്കിൽ പ്രതിഫലം, അല്ലെങ്കിൽ ശിക്ഷയാണെങ്കിൽ ശിക്ഷ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങൾ ആ ദിവസത്തിൽ ആക്രമിക്കപ്പെടുകയില്ല, നിങ്ങൾക്ക് അവിടെ അനീതി കാണുകയില്ല, അവിടെ നീതി മാത്രമാണ് കാണുക. അങ്ങനെയുള്ള നീതിയുടെ കോർട്ടിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നുണ്ട് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത് ഖുർആനിനെ. അത് ആ ഖുർആനിന്റെ അവസാനത്തെ ആയത്ത് എന്ന പേരിൽ ബഹുഭൂരിപക്ഷം പറയുന്നതായ ഈ ആയത്തിനെ സൂറത്തുൽ ബഖറയിൽ അവസാനമുള്ളതായ ആയത്തുകളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന, ഓതാൻ പറ്റുന്ന ആയത്താണത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അവിടെ ആക്രമിക്കപ്പെടാത്ത രൂപത്തിൽ നീതിയുടെ കോർട്ടിൽ നിന്നിട്ട് നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കാനും നേടിയെടുക്കാനും സാധിക്കുന്നതായ ദിവസമാണ്. ആ ദിവസത്തെ ഓർത്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഇവിടെ ഭൂമിയിൽ ഉണ്ടാവുന്നതല്ല. നല്ല സുന്ദരമായ ആസ്വാദ്യകരമായ ജീവിതം. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ എന്ന് അല്ലാഹു പറഞ്ഞ നാം പലപ്പോഴും ഈ സാധുവിന്റെ ശബ്ദത്തിൽ കൂടി തന്നെ പല സന്ദർഭങ്ങളിലും കേട്ടുകൊണ്ടേ ഇരിക്കുന്ന ആയത്താണത്. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മം ഇവിടെ ചെയ്തുകൊണ്ട് ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, അവൻ സത്യവിശ്വാസിയായും കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം നേർച്ചയാക്കുന്ന, അറക്കുന്ന, അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച, വജ്ഹത്തിന്റെ തത്വം അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ച, ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആ വാക്കിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നതായ ആ സത്ത ഉൾക്കൊണ്ടു ജീവിക്കുന്നതായ സത്യവിശ്വാസികൾ ആരുണ്ടോ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, ഭൂമിയിൽ തന്നെ അവൻ സുന്ദരമായ ആസ്വാദ്യകരമായ ഇന്ന് മദീന ഇമാം ഉണർത്തിയതായ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതായ ജീവിതം അവന് ലഭിക്കാൻ സാധിക്കുന്നതാണ്. എത്ര പ്രയാസം നേരിടേണ്ടി വന്നാലും അവൻ ക്ഷമ കൈകൊള്ളുന്നു. അവന്റെ പ്രയാസം മല പോലെ വരുന്നത് മഞ്ഞുപോലെയായി കാണുന്നു. കാരണം അവന്റെ പ്രതീക്ഷ ഈ ഭൂമിയിലുള്ളതായ നേട്ടമല്ല, ഈ ഭൂമി പ്രയാസത്തിനുള്ള ഭൂമിയാണെന്ന് അവൻ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഭൂമിയിൽ സമ്പാദിക്കാനും ഈ ഭൂമിയിൽ നേടിയെടുക്കാനും സാധിക്കുമെങ്കിൽ അത് നശ്വരമായ സമ്പാദ്യമാണ്, നശ്വരമായ ജീവിതമാണ്, നശ്വരമായ വിജയമാണ്, നശ്വരമായ നേട്ടമാണ് എന്നത് അവന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് പരലോകത്തിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ, അതിൽ കൃത്യനിഷ്ഠതയുണ്ടാക്കുവാൻ, അതിൽ മറ്റുള്ളവരെ വഞ്ചിക്കാതെ ചതിക്കാതെ നീ ഒരു അമീനായ മനുഷ്യനായി മാറാൻ അതിനെ അത് സഹായിക്കും. പരലോക വിശ്വാസമുള്ളതായ വ്യക്തികൾ അമീനാണെന്നുള്ള, അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യവാനാണ് എന്നതായ പ്രത്യേകത അവരിൽ ഉണ്ടാകുന്നു. എന്തേ? അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ജനങ്ങൾ അവന്റെ അടുക്കൽ
അടുക്കൽ അമാനത്ത് ഏൽപ്പിച്ചു പോകുന്നു. പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശത്രുക്കൾ തന്നെ അമാനത്ത് ഏൽപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ മദീനയിലും അതുപോലെ സഹാബാക്കളുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തേ അവരിൽ അമാനത്ത് ഏൽപ്പിക്കുന്നു, അവരിൽ സൂക്ഷിപ്പ് സ്വത്ത് ഏൽപ്പിക്കുന്നു, അവർ വഞ്ചിക്കുകയില്ല, അവർ ചതിക്കുകയില്ല, അവർ കളവ് പറയുകയില്ല എന്ന വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രത്യേകത ഒരാൾ ലഭിക്കുമ്പോൾ തന്നെ അവന് ഭൂമിയിൽ സുന്ദരമായ ആസ്വാദ്യകരമായ നല്ല ജീവിതം ജീവിക്കാൻ സാധിക്കുന്നു. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ. ഒരുപക്ഷെ വലിയ സമ്പാദ്യക്കാരനായിരിക്കുകയില്ല, വലിയ നേട്ടം നേടിയെടുത്തവനായിരിക്കുകയില്ല, കോടീശ്വരനായിരിക്കുകയില്ല, കഴിവില്ലാത്തവനായിരിക്കാം. പക്ഷെ അവന്റെ ജീവിതം നല്ല ജീവിതമായിരിക്കും, സുന്ദരമായ ജീവിതമായിരിക്കും. ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിനേക്കാൾ മെച്ചപ്പെട്ട നല്ല സുന്ദരമായ പ്രതിഫലം പരലോകത്തിൽ അവന് നാം നൽകുന്നതുമാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ആയത്തിന്റെ സമാപനത്തിൽ പറയുന്നു. ഇത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആരാണെങ്കിലും പ്രവർത്തിച്ചവർക്ക് അവരുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നതല്ല. അവർക്ക് ഒരു നിലക്കും പരാജയമില്ല, വിജയം മാത്രമേ ഉള്ളൂ എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഊന്നി പറഞ്ഞ ഭാഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പരലോകത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അവിടെ മീസാനുണ്ട്, അവിടെ തുലാസുണ്ട്, അവിടെ തൂക്കലുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇവിടെ ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മീസാനിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാണും. എത്രയും കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ മീസാൻ അവിടെ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള മീസാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട് പരലോകത്തിൽ. അതുകൊണ്ട് ആ മീസാനിനെ നേരിടേണ്ടി വരികയും അതിൽ നമ്മൾ ചെയ്തതായ അമലുകളെ തൂക്കപ്പെടുകയും എന്നിട്ട് അതിൽ സൽക്കർമ്മങ്ങളാണെങ്കിൽ അത് ഒരു അണവൈ വ്യത്യാസമില്ലാതെ നമ്മുടെ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ ഒരു അണുവിന്റെ അത്ര പോലും കുറവോ കൂടുതലോ ആവാത്ത രൂപത്തിൽ അവിടെ പ്രതിഫലം ലഭിക്കുന്നതായ നാടാണ് അള്ളാഹുവിന്റെ പരലോകമാകുന്ന മഹ്ശറ വൻസബ. ആ മഹ്ശറ വൻസബയെ കുറിച്ച് വിശ്വാസം ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ആ വിശ്വാസം അവനെ തെളിക്കുന്നത്, അവന് പ്രേരണ നൽകുന്നത് ആ വിശ്വാസത്തിലൂടെ എന്തിനെയാണ്? നല്ല ജീവിതം ദുനിയാവിൽ ജീവിക്കുവാൻ. അതേസമയത്ത് അവന്റെ ജീവിതത്തിൽ നല്ല രൂപത്തിലുള്ളതായ ആ ഇൻദിബാത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ, കൃത്യനിഷ്ഠത ഉണ്ടാക്കിയെടുക്കുവാൻ, അവന് സുന്ദരമായ ഹൃദയ സമാധാനവും ശാന്തിയും ഉള്ളവരായി ജീവിക്കുവാൻ അല്ലാഹു ഖുർആൻ പറയുന്നു, ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു ഖരീബ. അവർ ആ പരലോകത്തെ കാണുന്നത് വളരെ ദൂരമാണ്, ഖിയാമത്ത് നാളല്ലേ, അതൊക്കെ മരിച്ചതിന്റെ ശേഷമല്ലേ എന്നൊക്കെ പലരും പറയാറുണ്ട്. അല്ലാഹു പറയാണ് വനറാഹു ഖരീബ, നാം അതിനെ വളരെ അടുത്താണ് കാണുന്നത്, അത് ദൂരമല്ല, അത് അടുത്ത് തന്നെയാണ്. പരലോകം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം അവന്റെ പരലോകമാണ്, അവന്റെ മരണം അവന്റെ ഖിയാമത്ത് നാളാണ്. അവന്റെ മരണം അവൻ ആസന്നമായി കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും, അല്ലെങ്കിൽ അല്പം കഴിഞ്ഞാലായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടിയാൽ അവന്റെ വയസ്സ് എത്രയാണെന്ന് നിർണയിച്ചത് അവിടെ എത്തുമ്പോൾ അവൻ പോകേണ്ടി വരും. ആ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ മുതൽ പരലോകം ആരംഭിക്കുന്നു, അവിടെ മുതൽ ബർസഖിയായ ലോകം. ആ ബർസഖിയായ ലോകത്തിൽ പരലോകത്തിൽ അവന് ലഭിക്കാൻ പോകുന്നത് എന്താണ്? അതിന്റെ ഒരു ഭാഗം അവൻ അവിടെ തന്നെ ആസ്വദിക്കേണ്ടി വരുന്നു. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. അപ്പോൾ ഒരാളുടെ ഖിയാമത്ത് നാള് അവന്റെ മരണം ആസന്നമാകുന്ന സന്ദർഭത്തിലാണ് എന്നത് ഓർക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഈ പറഞ്ഞതായ വാക്ക് അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂൻ, അള്ളാഹുവിന്റെ അംർ വന്നു കഴിഞ്ഞു, നിങ്ങൾ ധൃതി കൂട്ടരുത് എന്ന് ഖുർആൻ പറയുന്നു. എന്താ അള്ളാഹുവിന്റെ അംർ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. എന്താ? വരുമെന്ന് ഉറപ്പുള്ളതെന്ന് മാത്രമല്ല, അത് വരാൻ വളരെ അടുത്തു എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉറപ്പിച്ച് പറയാൻ ഉപയോഗിച്ച ശൈലിയാണ് എന്ത്? അതാ ഇതാ വന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്നതായ ശൈലി ഖുർആനിൽ. അതെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആൻ പറയുന്നു, ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. ഖിയാമത്ത് നാളിൽ സൂറെന്ന കാഹളം ഊതപ്പെട്ട് കഴിഞ്ഞാൽ, ഖിയാമത്ത് നാൾ ആസന്നമായി കഴിഞ്ഞാൽ, ജനങ്ങൾ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ, അവിടെ നസബില്ല, അവിടെ നീ ഏത് തറവാട്ടുകാരനാണെന്ന് ചോദിക്കപ്പെടുന്നതല്ല, നീ ഏത് അഡ്രസ്സുകാരനാണെന്ന് ചോദിക്കപ്പെടുന്നതല്ല, നിന്റെ പേരും പെരുമയും ദുനിയാവിൽ ഉണ്ടായതിനെ കുറിച്ച് ചോദിക്കപ്പെടുന്നതേ അല്ല. എത്ര വലിയ കോടീശ്വരനായിരുന്നു എന്നോ, എന്ത് സീറ്റുള്ളവരായിരുന്നു എന്നോ, എന്താണ് നിന്റെ നസബ് എന്നോ. ഫലാ അൻസാബ ബൈനഹും വലാ യതസാഅലൂൻ, അവിടെ നസബ് ഇല്ല എന്ന് മാത്രമല്ല, നസബിനെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല. നീ ഖുറശിയാണോ, അല്ലെങ്കിൽ നീ ഇന്ത്യക്കാരനാണോ, നീ ചൈനക്കാരനാണോ, നീ അമേരിക്കക്കാരനാണോ, നീ സൗദി അറേബ്യക്കാരനാണോ, ഇതൊന്നും അവിടെ ചോദിക്കപ്പെടുന്നതല്ല.
മാത്രമല്ല ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ ഫമൻ തഖുലത് മവാസിനു അവിടെ പ്രശ്നം അവന്റെ സൽക്കർമ്മങ്ങളെയോ തിന്മകളെയോ തൂക്കപ്പെടുന്നതായ അള്ളാഹുവിന്റെ കമ്പ്യൂട്ടർ, അള്ളാഹുവിന്റെ മീസാന്, അവിടെ അവന് തൂക്കമുണ്ടായി കഴിഞ്ഞാൽ അവന് അവിടെ സൽക്കർമ്മമാണ് മുൻതൂക്കമുണ്ടായതെങ്കിൽ ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ അങ്ങനെയുള്ളവരാണ് വിജയികൾ. അവിടെ വിജയപരാജയം തീരുമാനിക്കൽ അള്ളാഹുവിന്റെ മീസാനിലൂടെയാണ്. അള്ളാഹുവിന്റെ മീസാനിൽ നമ്മുടെ സൽക്കർമ്മങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വടക്ക് പ്രവർത്തനങ്ങളെ അമലുകളെ തൂക്കുന്ന ആ അള്ളാഹുവിന്റെ ആ അത്ഭുത കമ്പ്യൂട്ടർ നമുക്ക് എങ്ങനെയാണെന്ന് ഇവിടുന്ന് കോലപ്പെടുത്താൻ പറ്റുകയില്ല. ആ തുലാസിലൂടെയാണ്. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഫമൻ തഖുലത് മവാസിനുഹു ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസിനുഹു ഫൗലായിക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ തൽഫഹു ഉജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ. അഥവാ തൂക്കം കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ അവന് ജഹന്നമിലേക്കാണ് പോകേണ്ടി വരിക. ആ ജഹന്നമന്റെ പ്രത്യേകതയാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി പറയുന്നത്. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച് പറയാൻ എത്ര മാസികമാരുണ്ടായിരുന്നു, എത്ര നബിമാര് വന്നിരുന്നു, എത്ര പ്രബോധകന്മാർ വന്നിരുന്നു, എത്ര പുസ്തകങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, എത്ര വാട്സാപ്പിൽ കൂടി നിങ്ങൾക്ക് പ്രസംഗം കേൾക്കാൻ സാധിച്ചിരുന്നു, പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിവരിച്ചു തരുന്ന ഇങ്ങനെയുള്ള ഒരു ദിവസം വരാൻ പോകുന്നുണ്ട് എന്നത് നിങ്ങൾക്ക് ഭൂമിയിലേക്ക് അറിയിച്ചു തരാൻ എത്രയെത്ര മാധ്യമങ്ങൾ ഞാൻ ഉണ്ടാക്കി തരുന്നു എന്നതൊക്കെ അവിടുന്ന് ചോദിക്കപ്പെടും. ഫലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ. നിങ്ങൾക്ക് എന്റെ ആയാത്തുകൾ അവിടെ ഓതപ്പെടാറുണ്ടായിരുന്നുവല്ലോ, നിങ്ങൾ അതിനെ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല, നിങ്ങൾ അംഗീകരിക്കാറുണ്ടായിരുന്നില്ല, നിങ്ങൾ അതിനെ കളവാക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ആരോട്? ഇവിടെ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ സിഫറിൽ ഏതൈനായിട്ട് പോകുന്ന അഥവാ കൈ മലർത്തിയും കൊണ്ട് അമലില്ലാത്ത പോകുന്ന, അമലുകൾ അവിടെ ഇല്ലാത്തത് കാരണത്താൽ പരാജയപ്പെടുന്ന വിഭാഗത്തിനോട് പറയുന്നതായ ശൈലിയാണിത്. ആ ഇനത്തിൽ നാം ആരെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. നമ്മുടെ മീസാന് പരലോകത്തിൽ അമലുകൾ തൂക്കപ്പെടുമ്പോൾ വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നവരും അതേ സമയത്ത് വിജയിക്കുന്നവരിലും അല്ലാഹു നാം എല്ലാവരും പെടുത്തുമാറാകട്ടെ. അത് അവിടെ വലിയ പ്രശ്നമാണ്. പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ നിന്ന് പരിഹരിക്കാൻ അവിടെ നിന്ന് നമുക്ക് ഒരു നിലക്കും സാധിക്കുന്നതല്ല. വാപ്പയെ ലഭിക്കൂല, ഉമ്മയെ ലഭിക്കൂല, മക്കളെ ലഭിക്കൂല, സന്താനങ്ങളെ ലഭിക്കൂല, സഹായികളെ ലഭിക്കൂല. ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും സാലിഹ്യങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചവരെയും അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ അവരെ ആരെയും ലഭിക്കുന്നതല്ല. ഇത് അവരാരെയെല്ലാം പിൻപറ്റിയോ ആ പിൻപറ്റിയ അവർ വിളിച്ച് പ്രാർത്ഥിച്ച അവർ നേർച്ചയാക്കിയ ആരെല്ലാം അള്ളാഹു അല്ലാത്ത വിഭാഗമുണ്ടല്ലോ അവരെല്ലാം കൂറുമാറുന്ന ദിവസവും കൂറുമാറുന്ന രംഗവുമാണിത്. ഇത് കാരണങ്ങളൊക്കെ അവിടുന്ന് മുറിയുന്നു, ഒരു ബന്ധമില്ലാതെയായി മാറുന്നു. ഒരു ഷെയ്ഖിനെ ലഭിക്കുന്നില്ല, ഒരു വലിയിലും ലഭിക്കുന്നില്ല, ഒരു ഖബറാളിയെ ലഭിക്കുന്നില്ല. അവർ വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ കൂറുമാറുന്നു. അവരിൽ നിന്നിട്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് അവരെങ്കിൽ ഞങ്ങൾ അവരോട് വിളിക്കാൻ പറഞ്ഞിട്ടില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കൂറുമാറുന്നു. ഇനി അവരെ ശിർക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചവരാണെങ്കിൽ അവർ പറയും നിങ്ങളും ഞങ്ങളും സമം തന്നെ, ഞങ്ങളും നരകത്തിൽ നിങ്ങളും നരകത്തിൽ. അങ്ങനെ അവിടെ ആ ഒരു രക്ഷയില്ലാത്ത ലോകമാണ് വരാൻ പോകുന്നത്. അങ്ങനെയുള്ള പരലോകത്തെയാണ് നാം ഓർക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠത വരുത്താൻ സാധിക്കുമെന്നതിൽ സംശയമേ ഇല്ല. അതുകൊണ്ടാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു പരലോകം പറയുന്ന സന്ദർഭത്തിൽ അവിടെ മീസാൻ ഉണ്ട് എന്ന് പറയുന്നതും അവിടെ വിചാരണ ഉണ്ട് എന്ന് പറയുന്നതും ആ രംഗം മഹാരംഗമാണെന്ന് പറയുന്നതും അവിടെ ശുപാർശക്ക് ആരെയും ലഭിക്കുന്നതല്ല, നീ അതിന് അർഹപ്പെട്ട ആളല്ലെങ്കിൽ എന്ന് പറയുന്നതും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തിന്റെ അധികാരത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചപ്പോഴെല്ലാം അള്ളാഹു ഖുർആനിലൂടെ ഓതി തന്ന പഠിപ്പിച്ചു തന്ന ആയത്ത് നമുക്ക് ഓതിത്തരാറുണ്ടായിരുന്നു. ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, നിങ്ങൾ പ്രഖ്യാപിക്കൂ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പ്രഖ്യാപിക്കണം? ശഫാഅത്തിന്റെ അധികാരം ആ സകലം അള്ളാന്റെ കയ്യിലാണ്. അപ്പോൾ അള്ളാന്റെ കയ്യിലുള്ളതായ ആ ശഫാഅത്തിന്റെ അധികാരം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പരലോകത്തിൽ കൊടുക്കും. ആ കൊടുക്കുന്ന സന്ദർഭത്തിൽ മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അധികാരമില്ലാതെ ആർക്കാണ് അവിടെ ശഫാഅത്ത് ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് എപ്പോഴും ഓതി പരിചയമുള്ളതായ ആയത്തുൽ കുർസിയിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാം. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ദൈനംദിനം നാം പഠിക്കുമ്പോഴും ഓതുമ്പോഴും ഓർമ്മ വേണം. നമുക്ക് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഷഫാഅത്ത് ലഭിക്കണമെങ്കിൽ അള്ളാന്റെ അധികാരത്തിലാകുന്ന ആ ഷഫാഅത്ത് അള്ളാഹ് നൽകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ പോലോത്ത, നബിമാരെ പോലോത്ത, മഹാത്മാക്കളെ പോലോത്ത വിഭാഗങ്ങൾക്ക് അത് ലഭിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹുനെ മാത്രം ആരാധിച്ച്, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി, മുഹ്ദിങ്ങളായി, മുത്തഖീങ്ങളായി, ഖാനിതീങ്ങളായി, മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിച്ചവർക്ക് മാത്രമേ ആ ഷഫാഅത്തിന് അധികാരമുള്ളൂ, ആ ഷഫാഅത്തിന് അവകാശമുള്ളൂ. എന്തിനാണ് പിന്നെ ഷഫാഅത്ത്? നരകശിക്ഷക്ക് അർഹപ്പെട്ടവരായിരിക്കാം മുഅ്മിനീങ്ങൾ എന്നിട്ട് പലരും നരകശിക്ഷക്ക് അർഹരായിരിക്കാം തെറ്റ് കാരണത്താൽ, ചെയ്തതായ തെറ്റ് കാരണത്താൽ മുഅ്മിനീങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നിട്ട് പലരും. അങ്ങനെയാകുമ്പോൾ ആ ശിക്ഷയിൽ നിന്നിട്ട് മോചിക്കാൻ, ശിക്ഷയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ ചിലപ്പോൾ നരകത്തിലേക്ക് പോയി കാണും. അവരിൽ നിന്നിട്ട് നരകത്തിലേക്ക് എത്തിയതിനു ശേഷം അവർക്ക് പിന്നെ അവിടെ ഷഫാഅത്ത് ചെയ്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തേണ്ടതായ ആവശ്യം വരും. അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ മുഅ്മിനീങ്ങളിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിച്ചാലുള്ള പ്രത്യേകത, ഈമാനുള്ളവൻ കാലാകാലം നരകത്തിൽ കിടക്കുകയില്ല എന്നതാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു തീർത്ത് പറഞ്ഞത്. അത് റസൂലുള്ളാഹി നമ്മളോട് ആ സന്തോഷവാർത്ത ഹദീസിലൂടെ വിശദമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഷഫാഅത്തിന്റെ ഹദീസുകളൊക്കെ നാം പരിശോധിച്ചാൽ പലപ്പോഴും നാം വിശദീകരിച്ച് പരത്തി നിരത്തി പറഞ്ഞ വിഷയമാണത്. ഏതായാലും ഇങ്ങനെയുള്ള ഒരു ദിവസത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും ചിന്തിക്കാൻ വേണ്ടിയുമാണ് നമ്മളോട് ഇന്ന് മക്ക ഇമാമ് പരലോകത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസം എന്ന സബ്ജക്ട് ചർച്ച ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തറജ്ജി വലാകിന്നൽ ഈമാൻ മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. ഈമാൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ, പരലോകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറും കനേഷ്മാരി മുസ്ലിമായി ജീവിക്കലല്ല, ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിമായി ജീവിക്കലല്ല, മറിച്ച് ആഗ്രഹം കൊണ്ടോ മേലെണ്ണം കൊതി കൊണ്ടോ പണ്ടത്തെ മലയാളത്തിൽ, അഥവാ ഞാൻ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു, ഞാൻ മഹാത്മാക്കളെ സ്നേഹിക്കുന്നു, ഞാൻ സഹാബാക്കളെ സ്നേഹിക്കുന്നു, എനിക്ക് ഇവരോടെല്ലാം മഹബത്തുണ്ട് എന്ന മഹബത്ത് പറഞ്ഞതുകൊണ്ട് ഈമാൻ നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. ഈമാൻ നമ്മളിൽ ഫലപ്രദമാകുന്നതല്ല. പരലോകത്തുള്ള വിശ്വാസം വിശ്വാസമാവേണമെങ്കിൽ, ആ ഈമാൻ ഈമാനാവേണമെങ്കിൽ എന്ത് വേണം? അവരോടുള്ളതായ മഹബത്ത് അനുസരിച്ചിട്ട് അവർ ചെയ്തതായ അമൽ പോലെയുള്ള അമൽ നാം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. അവരെ നാം പിന്തുടരണം. അവരെ നാം വിളിച്ച് പ്രാർത്ഥിക്കരുത്, അവരെ നാം ആരാധിക്കരുത്, അവർക്ക് നാം നേർച്ചയാക്കരുത്, അവരെ നാം അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ എന്നിട്ട് ഒന്നും തന്നെ അവർക്ക് നാം നൽകരുത്. അങ്ങനെ ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തറജ്ജി വലാകിന്നൽ ഈമാൻ മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. നമ്മുടെ ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടായി വരിക, ആ വിശ്വാസത്തിന് ആധാരമാക്കി ചെയ്യുന്ന അമലുകളായി മാറുക നമ്മുടെ അമൽ. അതാണ് ഈമാന്. അങ്ങനെയുള്ള ഈമാനാണ് പരലോകത്തിലുള്ള ഈമാനിനെ കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരലോക വിശ്വാസം, പരലോകത്തിലുള്ള ഈമാന്, അത് കൃത്യനിഷ്ഠത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹു അതിന്റെ ആ ശൈലി തന്നെ ഒരു ആയത്തിൽ കൂടി പറയുകയാണ്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരെങ്കിലും റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമെന്നത് ഓർത്തുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, എന്നിട്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, അങ്ങനെ നിൽക്കണമെന്ന് ചിന്തിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, അത് ഓർക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? തെറ്റായ കാര്യങ്ങളിൽ നിന്നിട്ട് അവന് മോചിക്കാൻ സാധിക്കുന്നു, രക്ഷപ്പെടാൻ സാധിക്കുന്നു. വനഹൻ നഫ്സ അനിൽ ഹവാ, ദഹിച്ച അനുസരിച്ചിട്ടുള്ള ജീവിതം അവനെ ഒഴിവാക്കുന്നു. അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ടായി മാറുന്നു അവന്റെ ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ നിർദ്ദേശ ഉപദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും അവന്റെ ജീവിതം. അതാണ് നഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അങ്ങനെയാകുമ്പോൾ എന്താണ് നേടിയെടുക്കാൻ സാധിക്കുക? സ്വർഗമാണ് അവന്റെ മടക്കം, അവന്റെ പാർപ്പിടം, അവൻ ചെല്ലേണ്ട നാട് അത് സ്വർഗലോകമാണ്, ജന്നത്തുൽ മഅവയാണ്. അവിടെയാണ് അവന് ചെല്ലാൻ സാധിക്കുക. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അതേ സമയത്ത് നേരെ വിപരീതം, അമ്മാമൻ തഗ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. ഒരാള് തോന്നിവാസിയായി, അഹങ്കാരിയായി, ധിക്കാരിയായി, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ ഭൗതിക ജീവിതത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പരലോക മോശത്തെക്കുറിച്ച് ചിന്തിക്കാത്ത രൂപത്തിൽ ദുനിയാവിൽ വിജയിക്കണം, ദുനിയാവിൽ സമ്പാദിക്കണം, ദുനിയാവ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം, നല്ല രൂപത്തിലാവട്ടെ മറ്റൊരു രൂപത്തിലാവട്ടെ, അതൊന്നും ചിന്തിക്കയില്ല. ആ രൂപത്തിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ, അഥവാ പരലോകത്തിൽ വിശ്വാസം ഉണ്ടായിട്ടും ഇല്ലാത്ത ഫലം അങ്ങനെയാണ് എങ്കിൽ ഫൈനൽ ജഹീമ ഹിയൽ മഅവാ, അവന്റെ പാർപ്പിടം ജഹന്നമാണ്, പരലോകത്തിൽ നരകമാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു തീർത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇഖാബുണ്ട്, അദാബുണ്ട്, ഹിസാബുണ്ട്, മീസാനുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരാൾ ജീവിക്കുമ്പോൾ പരലോകത്തുള്ള വിശ്വാസം അതുപോലെയുള്ള വിശ്വാസമായി, വിശ്വസിക്കേണ്ടതുപോലെയുള്ള വിശ്വാസമായി മാറുന്ന സന്ദർഭത്തിൽ
നമ്മുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠത ഉണ്ടാക്കുവാനും ആ ജീവിതത്തെ നല്ല രൂപത്തിൽ കെട്ടിപ്പടുത്തുവാനും നമ്മുടെ പരിസരം നമ്മെ സ്നേഹിക്കുന്ന ആളായി, പരിസരം മുഴുവനും നമ്മെ സ്നേഹിക്കും, പരിസരം മുഴുവനും നമ്മൾ ഇഷ്ടപ്പെടും, പരിസരം മുഴുവനും നമ്മെ അമീനായി കാണും, നമുക്കും വിശ്വാസയോഗ്യവാനായി ജീവിക്കാൻ സാധിക്കും, നമുക്കും സുരക്ഷിതത്വമുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കും. അതാണ് മക്ക ഇമാം ഇന്ന് പരലോകത്തുള്ള വിശ്വാസം എന്ന വിഷയം പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തത്. ആ ചർച്ച ചെയ്തതായ വിഷയം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതേ സമയത്ത് ഇന്ന് വിശുദ്ധ മദീനയിൽ നടന്നതായ ഖുതുബ ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തിയാണ് ഇന്ന് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഖുതുബ ഓതിയിരുന്നത്. അദ്ദേഹം ഖുതുബാന്റെ തുടക്കത്തിൽ തന്നെ ദുനിയാവ് പുരോഗതിയിൽ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും മനുഷ്യന്റെ ഹൃദയത്തിൽ പൊങ്ങി വരുന്നതായ പ്രയാസങ്ങൾ നീക്കാൻ, അവന് ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയെടുക്കുവാൻ അള്ളാഹുലുള്ള വിശ്വാസമല്ലാതെ, അള്ളാഹുമായുള്ള ബന്ധമല്ലാതെ, പരലോകത്തിലുള്ള വിശ്വാസമല്ലാതെ സാധിക്കുക തന്നെ ഇല്ല, ഒരിക്കലും സാധിക്കുകയില്ല. എത്രയോ കോടീശ്വരന്മാരിൽ കോടീശ്വരനായ വിഭാഗം നേതൃത്വങ്ങൾ, ലോകത്തിൽ പേരെടുത്ത രാഷ്ട്രങ്ങളുടെ തലവന്മാരിലിട്ട് പലരും പോലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ഒരിക്കലും മനുഷ്യന് സാധിക്കുന്നതേ അല്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ ഈ കാണുന്നതായ പുരോഗതി അതല്ല യഥാർത്ഥത്തിൽ പുരോഗതി. യഥാർത്ഥത്തിൽ പുരോഗതി അവന്റെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുക, ഹൃദയത്തിൽ നിന്നിട്ട് ഹുമൂമുകളും മാറ്റിയെടുക്കുക. ഹുമൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് എന്തെന്നില്ലാത്തതായ ടെൻഷൻ എന്ന് പറയും. ഞാൻ പലപ്പോഴും ടെൻഷൻ എന്ന വിഷയത്തിൽ തന്നെ നമ്മുടെ അബൂദർ പള്ളിയിൽ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ടെൻഷൻ എന്ന പദം തന്നെ നാം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നാം പാടുപെടണം. സത്യവിശ്വാസിക്ക് ടെൻഷൻ ഉണ്ടാവാൻ പാടുള്ളതല്ല. സത്യവിശ്വാസിയായി കഴിഞ്ഞാൽ അവനിൽ അല്ലാഹുവിലുള്ളതായ കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, സത്യവിശ്വാസികൾ അവർക്കുള്ള പ്രത്യേകത എന്താണ്? അവരുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു എപ്പോൾ? അള്ളാഹുവിനെ അവർ ഓർക്കുമ്പോൾ, അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ. എന്റെ നാഥൻ റബ്ബുൽ ഇസ്സത്താണ്, എന്റെ നാഥൻ എന്നെ പാഴാക്കി കളയുന്നതല്ല, എന്റെ നാഥൻ വിധിച്ച വിധി വരട്ടെ, അവൻ എനിക്ക് നന്മയുള്ളതേ വിധിക്കുകയുള്ളൂ, അവന്റെ വിധിയിൽ ഞാൻ എതിർ പറയാനുള്ള അധികാരമോ അവകാശമോ എനിക്കില്ല, ഞാൻ അവന്റെ ദാസനാണ്, ഞാൻ അവന്റെ ദാസിയാണ്, എനിക്ക് അവൻ ചെയ്യുന്നതിൽ കീഴടങ്ങലല്ലാതെ നിർവാഹമില്ല എന്ന വിശ്വാസമുണ്ടായി കഴിയുമ്പോൾ, അത് ആധാരമാക്കിയിട്ട് അവന്റെ ജീവിതം കെട്ടിപ്പടുത്തുമ്പോൾ അവന് ശാന്തി ഉണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. അല്ലദീന ആമനൂ, അങ്ങനെയുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം അല്ലാഹുവിൽ വിശ്വസിക്കുന്ന വിഭാഗം തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങൾ ശാന്തിയും സമാധാനവും ഉള്ളതായി മാറുന്നു അല്ലാഹുവിനെ സ്മരിക്കലിലൂടെ. അലാ, അറിയണം ലോകമേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ശാന്തി ഉണ്ടാവുക, യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാവുക. അല്ലാതെ ലോകത്തിലുള്ളതായ ഏത് ഈസത്തിന്റെ ഏത് തത്വങ്ങളുടെ ഉടമകൾ അവർ എത്ര തന്നെ പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, എത്ര തന്നെ ഈ ഭൗതിക നേട്ടങ്ങളിൽ അവര് ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഈ സത്യവിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സമാധാനവും ശാന്തിയും അവന് നേടിയെടുക്കാൻ സാധിക്കുന്നതേ അല്ല. അത് ഉറപ്പാണ്, സംശയമേ ഇല്ല. അപ്പോൾ പരലോകത്തിലുള്ള വിശ്വാസം, അള്ളാഹുലുള്ള വിശ്വാസം, മക്ക ഇമാം പറഞ്ഞതായ ആ വിശ്വാസത്തോടു കൂടി മദീന ഇമാം എന്ന് പറഞ്ഞതായ ഈ ഹൃദയത്തിലുള്ളതായ ശാന്തിയും സമാധാനവും നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നത് അത് തീർച്ചയായിട്ടും നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. നമസ്കാരം മാത്രം ഓരോ ദിവസത്തിലും 5 നേരം നാം നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി അള്ളാഹിന്റെ കൽപ്പനയുണ്ട്. ആ കൽപ്പന അനുസരിച്ചിട്ട് സമയമാകുമ്പോൾ ഓരോ സത്യവിശ്വാസി ഒരുങ്ങുകയും ചെയ്യുന്നു, ഒതുപിടിക്കുന്നു. എത്ര തണുപ്പാണെങ്കിലും, എത്ര മരക്കോശത്തും തണുപ്പാണെങ്കിലും ഒതുപിടിച്ചിട്ട് അവൻ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി ഒരുങ്ങുന്നു. സ്ത്രീകളാണെങ്കിലും വീട്ടിൽ വെച്ചിട്ട് എവിടെയാണ് നിസ്കരിക്കാൻ പറ്റുന്നത് അവിടെ നിസ്കരിക്കാൻ വേണ്ടി അവർ തയ്യാറാകുന്നു. അങ്ങനെ തയ്യാറാകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, എന്ത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയികളാണ്. ആരാണവർ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കരിക്കുമ്പോൾ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരാണ്. അപ്പോൾ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവർക്കാണ് ശാന്തി ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക. ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവർക്ക് അവര് നമസ്കാരത്തിന് ടൈം വരുമ്പോൾ സന്തോഷമായിരിക്കും. അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കാമല്ലോ, പ്രശ്നങ്ങൾ അള്ളാഹിനോട് പറയാമല്ലോ. ആ സമയത്തിൽ നല്ല ആ റുഹാനിയത്ത് ഉണ്ടാക്കുന്ന സന്ദർഭമല്ലേ, നമ്മുടെ ആത്മാവിന് വളർച്ച ഉണ്ടാകുന്ന സമയമല്ലേ, ആത്മാവിന് നല്ല ശാന്തിയും സമാധാനം ലഭിക്കുന്ന സന്ദർഭമല്ലേ. ആ സന്ദർഭം വരികയല്ലേ പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ നിസ്കാരപ്പായിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ എന്നാണ് സത്യവിശ്വാസി ഓർക്കുക. അപ്പോൾ
ഒരു മനുഷ്യൻ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഖുശൂഅോടുകൂടി ഭക്തിയോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ അവന് ഹൃദയത്തിൽ നല്ല ശാന്തിയും സമാധാനവും ലഭിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ബിലാലിനോട് പറയും, അരിഹനാ ബിഹാ യാ ബിലാൽ, ബിലാലെ പ്രഖ്യാപിക്കൂ നമസ്കാരത്തിന്, നമുക്കൊന്ന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയെടുക്കാം. എന്തിലൂടെ? നമസ്കാരത്തിലൂടെ എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി പറയുന്നു, മയുസീബുൽ മുസ്ലിമു ഹമ്മുൻ വലാ ഗമ്മുൻ, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വലാ നസബുൻ വലാ വസബുൻ, ഒരു മുസ്ലിമിന് എന്ത് ദുഃഖമോ പ്രയാസമോ എന്ത് രൂപത്തിലുള്ളതായ ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹത്ത ഷൗക്കത്ത് യുശാഖുഹ, അവന് ഒരു കുപ്പിക്കഷ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമോ ഷൗക്ക അവന് തട്ടിക്കഴിഞ്ഞാൽ അവൻ അതിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്നു, ദോഷങ്ങൾ പുറത്തു കിട്ടുന്നു, അവന്റെ ഗ്രേഡ് ഉയരുന്നു. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഇത് മുമ്പിൽ വെച്ചിട്ടാണ് ഒരാള് ചിന്തിക്കുന്നതെങ്കിൽ എന്ത് പ്രയാസം വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതോടുകൂടി അവന്റെ പ്രയാസത്തിന് ശാന്തിയും സമാധാനവും വരുന്നു. ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ മരിച്ചു, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാഹ്, അള്ളാഹു വിധിച്ചതുപോലെ വരട്ടെ. നമുക്ക് ഇവിടെ ജീവിക്കാൻ നാം നമ്മുടെ ഇഷ്ടാനുസരണം വന്നതല്ല. നമ്മുടെ വാപ്പ നമുക്ക് അള്ളാഹു തന്നതാണ്, നമ്മുടെ ഉമ്മ നമുക്ക് അള്ളാഹു തന്നതാണ്, നമ്മുടെ മക്കൾ നമുക്ക് അള്ളാഹു തന്നതാണ്. ഇന്നാ ലില്ലാഹ്, നാം എല്ലാവരും അള്ളാന്റേതാണ്. ഇന്നാ ഇലൈഹി റാജിഊൻ, നാം എല്ലാവരും അള്ളാഹിലേക്കാണ് മടങ്ങുക. ഈ വിശ്വാസമുള്ളതായ പദം, ഈ വിശ്വാസത്തെ ഓതുന്നതായ പദം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ വേറെ എന്ത് വേണം? വേറെന്താണ് പിന്നെ ഒരു മുസ്ലിമിന് വേണ്ടത്? അത് പറയുമ്പോൾ തന്നെ അവന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു, അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടാകുന്നു, അള്ളാഹുവിനെ പഴാക്കി കളയുന്നതല്ല, അവൻ അതിലൂടെ ഗ്രേഡ് ഉയരുന്നു, അവന് ആ പ്രയാസത്തിലൂടെ ഗ്രേഡ് ഉയരുന്നു, അവന് പ്രതിഫലം ലഭിക്കുന്നു, അവന്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു എന്ന വിശ്വാസം അവന് ലഭിക്കുന്നു. അള്ളാഹു ഫി ഔനിൽ അബ്ദി മാദാമൽ അബ്ദു ഫി ഔനി അഖീഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള വിശ്വാസം വിശ്വസിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ മുമ്പിൽ വരുന്നത് അവൻ മറ്റുള്ളവർക്ക് പരോപകാരിയായിട്ട് ജീവിക്കണമെന്ന നിർബന്ധമുണ്ടാകുന്നു. അവൻ സഹകരണങ്ങൾ ചെയ്യുന്നു. അവൻ കഴിവുള്ള ആളാണെങ്കിൽ അവൻ ഏത് കഴിവാണ് അവന്റെ കയ്യിലുള്ളത് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, ആ കഴിവിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ, ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാനെങ്കിലും ഒരു പരിശ്രമിക്കുകയാണെങ്കിൽ അതും നന്മയാണ് എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ആ പരോപകാരം ചെയ്യുക എന്നത് അതും ഒരു സത്യവിശ്വാസി ചെയ്യുമ്പോൾ അവന് ശാന്തിയും സമാധാനം ഉണ്ടാകുന്നു. മറ്റുള്ളവർ നന്നായി ജീവിച്ചല്ലോ, മറ്റുള്ളവർക്കുള്ള പ്രശ്നം പരിഹരിക്കാൻ അവനെ കൊണ്ട് സാധിച്ചല്ലോ എന്നവൻ ഓർക്കാൻ സാധിക്കുന്നു. അപ്പോൾ അള്ളാഹു അവന്റെ സഹായിയാകുന്നു, അള്ളാഹു അവന് രക്ഷ നൽകുന്നു, അള്ളാഹു അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്ന റസൂലുള്ളാഹിന്റെ സത്യവാഗ്ദാനം അവന്റെ മുമ്പിൽ വിട്ടുകിടക്കുന്നു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ശിക്ഷണം നൽകിയത്. അതാണ് നാമും നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളേണ്ടത്. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളിൽ ജീവിച്ചതായ ഒരു മഹാപരോപകാരിയായിരുന്നു. ആ പരോപകാരിയായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി മദീനക്കാരുടെ ഇടയിലെല്ലാം വലിയ പ്രശസ്തനായിരുന്നു ഈ വിഷയത്തിൽ. എന്നാൽ മഹാനായ ആ സൈനുൽ ആബിദീൻ വഫാത്തായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ച സന്ദർഭത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ തോളിലുണ്ടായിരുന്നതായ കറുത്ത അടയാളം ജനങ്ങൾ കണ്ടത്. എന്താണ് ആ അടയാളം എന്നറിയാമോ? അത് സാധുക്കൾക്ക് അർദ്ധരാത്രി ഉണർന്നുകൊണ്ട് സാധുക്കളുടെ വീടുകൾ എവിടെയാണെന്ന് പരിശോധിച്ചുകൊണ്ട് ആ വീടുകളിലേക്ക് അവര് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അത് ഏറ്റിവെച്ചതായ ആ തോളിലുണ്ടായ അടയാളം അത് അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കണ്ടു എന്ന് ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെ ജീവിച്ചതായ മഹാത്മാക്കളുടെ നാടാണ് ഈ മദീന. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മദീനയിൽ ജീവിച്ച നമ്മുടെ നേതാക്കളുടെ പിന്നാലെ നടന്നുകൊണ്ടും അവരുടെ ജീവിതം പഠിച്ചുകൊണ്ടും അവർ ജീവിച്ച ജീവിത രീതിയെക്കുറിച്ചെല്ലാം പഠനം നടത്തിയും കൊണ്ടും അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടും നാം ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഹൃദയത്തിലുള്ളതായ ശാന്തി സമാധാനം ഉണ്ടാക്കിയെടുക്കുവാനും ഹുമൂമുകളോടും എന്നേക്കുമായി വിടവാങ്ങുവാനും സാധിക്കുന്നതാണ്. തീർച്ചയാണ്, സംശയമേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ, സൽക്കർമ്മങ്ങളിലൂടെ നേടിയെടുക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞതായ കാര്യങ്ങളെ ഒരു സൽക്കർമ്മമായിട്ട് നമ്മളിട്ട് സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നമുക്ക് പരലോകത്തിൽ അതിന് ലഭിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ അല്ലാഹു പരിപൂർണമായി സുഖപ്പെടുത്തട്ടെ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹുവിന്റെ വഴിയിൽ നമ്മുടെ ശബ്ദം കേൾക്കുന്നവരാവട്ടെ, നമ്മളിട്ട് രോഗമുള്ളവരാവട്ടെ, എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹുവിന്റെ വഴിയിൽ സേവിക്കുവാനും ജീവിക്കുവാനും അല്ലാഹു
നൽകുമാറാകട്ടെ. അതുപോലെ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിക്കട്ടെ. അപ്രകാരം തന്നെ നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.